എല്ലാവരും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ഹാഫ് ഇയർലി അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് സാറിന് അറിയാം. യെസ്, നിങ്ങളുടെ ഈ വർഷം നമ്മളുടെ പുതിയ സിലബസിൽ വന്നിട്ടുള്ള ചാപ്റ്റർ ആണ് ആസിഡ് ബേസ് സാൾട്ട്, ആസിഡുകൾ ബേസുകൾ ലവണങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിങ്ങളുടെ എക്സാമിന് ഷുവറായിട്ട് 100% ചോദിക്കാൻ ഉറപ്പായിട്ടും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാവുന്ന ഒരു ഏരിയ ആണ് സാൾട്ട് അല്ലെങ്കിൽ ലവണങ്ങളുടെ തിരിച്ചറിയൽ, ഐഡന്റിഫിക്കേഷൻ ഓഫ് സാൾട്ട് എന്ന് പറഞ്ഞ ഏരിയ. ഓക്കെ, അതിൽ 4 തരം സാൾട്ടുകളാണ് എൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ ഐഡന്റിഫിക്കേഷനും അത് വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ പഠിച്ചെടുക്കാം എന്ന് നമുക്ക് നോക്കാം. ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ കാണുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് മാർക്കിന് വളരെയധികം സ്കോപ്പാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവൻ കാണുക. മക്കളെ, ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ക്ലോറൈഡ് സാൾട്ടിന്റെ അല്ലെങ്കിൽ ക്ലോറൈഡ് ലവണത്തിന്റെ തിരിച്ചറിയലാണ്. മക്കളെ, സാർ അതിന്റെ തിയറി തന്നെ മക്കൾക്ക് പറഞ്ഞുതരാം. എന്താണ് ഈ ക്ലോറൈഡ് ലവണം എന്ന് പറഞ്ഞാൽ? ക്ലോറിനുള്ള ലവണമാണോടാ, ക്ലോറിൻ ഉണ്ടാവണം. അപ്പോ ഒരു മെറ്റബിൾ എക്സാമ്പിൾ പറയാം, NaCl, സോഡിയം ക്ലോറൈഡ് നമുക്ക് പറയാം അല്ലേ, സോഡിയം ക്ലോറൈഡ് പറയാം. അതേപോലെ തന്നെ എന്തൊക്കെ പറയാം, മഗ്നീഷ്യം ക്ലോറൈഡ് പറയാം, ZnCl2, സിങ്ക് ക്ലോറൈഡ് പറയാം. ഇങ്ങനത്തെ ക്ലോറൈഡിനുള്ള ഏത് ലവണങ്ങളാണോ, ഏത് സാൾട്ടുകളാണോ, ഇതൊക്കെ ക്ലോറൈഡ് സാൾട്ടാ. അപ്പൊ മക്കളുടെ കയ്യിലേക്ക് ഒരാൾ ക്ലോറൈഡ് സാൾട്ട് തന്നാൽ, അങ്ങനെ വേണം നമ്മൾ ഈ ഒരു ഐഡന്റിഫിക്കേഷൻ ഒക്കെ പഠിക്കാൻ. നമ്മൾ ചെയ്യുന്ന പോലെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക. അപ്പൊ അതിലേക്ക് ഈ ക്ലോറൈഡ് സാൾട്ട്, ഏത് ക്ലോറൈഡ് സാൾട്ട് ആയിക്കോട്ടെ, അതിലേക്ക് നമ്മൾ സിൽവർ നൈട്രേറ്റ് ചേർക്കുക. എന്താ ചേർക്കേണ്ടത്? സിൽവർ നൈട്രേറ്റ്. ഇതിന് ഫോർമുല ഇല്ലെങ്കിലും നിങ്ങൾ പേരെങ്കിലും പഠിച്ചു വെക്കുക. സിൽവർ നൈട്രേറ്റ് ചേർത്താൽ അവിടെ എന്തുണ്ടാവും എന്നറിയോ? അവിടെ സിൽവർ ക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടാകും. ആരുണ്ടാവുക? സിൽവർ ക്ലോറൈഡ്. ഈ സിൽവർ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ വൈറ്റ് കളറിലുള്ള ഒരാളാണ്. അത് പ്രസിപ്പിറ്റേറ്റ് ആണ്, വെള്ള കളറിലുള്ള ഒരു അവക്ഷിപ്തമാണ് കേട്ടോ. അപ്പോൾ ഇത് എപ്പോഴേ ഉണ്ടാവുള്ളൂ? ക്ലോറിൻ ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ക്ലോറിൻ ഉള്ള ഒരാളാണോ നിങ്ങളുടെ കയ്യിലേക്ക് തന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മക്കൾ ചെയ്യേണ്ടത് സിൽവർ നൈട്രേറ്റ് ചേർക്കുന്നു. വെള്ള കളറിലുള്ള സിൽവർ ക്ലോറൈഡ് അവിടെ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ നമുക്ക് ടെസ്റ്റിന് നമുക്ക് റിസൾട്ട് കിട്ടി, നമുക്ക് തന്നത് ക്ലോറൈഡ് സാൾട്ട് ആണ് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. എന്നാൽ അടുത്തത് നമ്മളുടെ ആള് മാറുകയാണ്. ആരാണടാ? ഇപ്പോ ടെസ്റ്റ് ഫോർ നൈട്രേറ്റ് സാൾട്ട് ആണ്. അത് നമുക്ക് തന്നത് നൈട്രേറ്റ് സാൾട്ട് ആണോ? എന്താ മക്കളെ നൈട്രേറ്റ് സാൾട്ട് എന്ന് പറഞ്ഞാൽ? ഇപ്പോ ഒരു എക്സാമ്പിൾ പറയാന്ന് സാറ്. ഇപ്പൊ KNO3 കണ്ടോ, നൈട്രേറ്റ് ആണ്. NO3 ഉള്ളവരാണ് നൈട്രേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. MgNO3 ട്വൈസ് മഗ്നീഷ്യം നൈട്രേറ്റ് ആണ്. അപ്പൊ NO3 ഉള്ളവയാണ് നമ്മൾ എന്ത് പറയുന്നത്? നൈട്രേറ്റുകൾ എന്ന് പറയുന്നത്. നൈട്രേറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോക്സ് മക്കൾ പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് തന്ന മക്കളുടെ കയ്യിലേക്ക് സാർ ഒരു നൈട്രേറ്റ് ലവണം തന്നാൽ, നൈട്രേറ്റ് സാൾട്ട് തന്നാൽ, മക്കൾ ആ സ്പോട്ടിൽ പോയി ഒരു സാധനം ഉണ്ടാക്കണം. എന്താണത്? ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ. അത് ഫ്രഷ്ലി പ്രിപ്പയർഡ് ആണ്, അത് അപ്പം ഉണ്ടാക്കുന്നതാണ്. ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷനും കുറച്ച് സൾഫ്യൂരിക് ആസിഡും നമ്മൾ എടുക്കുക. എന്നിട്ട് എങ്ങനെയാ ആ ഒരു മെത്തേഡ് മക്കളെ? ഞാൻ ആദ്യം എനിക്ക് തന്ന നൈട്രേറ്റ് സാൾട്ടിനെ ഞാൻ എൻ്റെ ടെസ്റ്റ് ട്യൂബിൽ ഇടുകയും അതിൻ്റെ ഉള്ളിലേക്ക് ഈ പറഞ്ഞ ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ, ഈ 2 സാധനവും ഞാൻ ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിച്ചു. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ പറയുന്ന സൾഫ്യൂരിക് ആസിഡ് ഉണ്ടല്ലോ, അത് ഈ ടെസ്റ്റ് ട്യൂബിന്റെ ഈ വാളിലൂടെ സൈഡിലൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന രൂപത്തിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളുടെ ഈ ലായനിയിൽ ഒരു ബ്രൗൺ റിങ്, അതായത് തവിട്ട് നിറത്തിലുള്ള ഒരു റിങ് രൂപപ്പെടുന്നുണ്ടോ എങ്കിൽ ഉറപ്പിക്കാം നമുക്ക് തന്നത് നൈട്രേറ്റ് സാൾട്ടാണ്, നൈട്രേറ്റ് ലവണമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നൈട്രേറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ചെയ്യേണ്ടത്? സാൾട്ട് അല്ലെങ്കിൽ ലവണം നൈട്രേറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ചെയ്തത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? സാൾട്ട് എടുക്കുക, അതിലേക്ക് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ മിക്സ് ചെയ്യുക. എന്നിട്ട് ആ ടെസ്റ്റ് ട്യൂബിന്റെ ഭിത്തിയിലൂടെ ഒലിച്ചിറങ്ങുന്ന രൂപത്തിൽ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ അതിലേക്ക് ചേർക്കുമ്പോൾ ബ്രൗൺ റിങ്, തവിട്ട് നിറത്തിലുള്ള ഒരു വളയം രൂപപ്പെടുന്നുണ്ടെങ്കിൽ അത് നൈട്രേറ്റ് ലവണമാണ്, നൈട്രേറ്റ് സാൾട്ട് ആണ് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്ത സാൾട്ടാണ് മക്കളെ. എന്താണടാ? അടുത്ത സാൾട്ടാണ് കാർബണേറ്റ് സാൾട്ട് എന്ന് പറയുന്നത്. എന്താ സാറേ കാർബണേറ്റ് സാൾട്ട് എന്ന് പറഞ്ഞാൽ? ഒന്നുമല്ലടാ, ഇത് നോക്കിയേ, Na2CO3, ഓക്കെ, NaHCO3, ഓക്കെ, MgCO3. ഇങ്ങനോ CO3 ഉള്ളവരാണ് കാർബണേറ്റ് സാൾട്ട് എന്ന് പറഞ്ഞാൽ. CO3 വേണം. ഓക്കെ, അപ്പൊ അതാണ് കാർബണേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സാൾട്ടുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടടാ മക്കളെ. ഇങ്ങനെയുള്ള സാൾട്ടുകൾ ആരുമായിക്കോട്ടെ, ഇവരെ സാർ എന്ത് ചെയ്യുന്നു? ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് മിക്സ് ചെയ്താൽ, ഏതെങ്കിലും ഒരു ആസിഡ് മതി, സൽക്കാല ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഏത് വാതകം ഉണ്ടാകും? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്.
മക്കൾ ഏത് കാർബണേറ്റ് സാൾട്ട് ലവണം എടുത്തു കഴിഞ്ഞാലും അതിനെ ആസിഡുമായിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് മിക്സ് ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാവും. പക്ഷെ ഉണ്ടായത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമുക്ക് ഉറപ്പിക്കണ്ടേ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉണ്ടായതെങ്കിൽ കാർബണേറ്റ് സാൾട്ട് ആണെന്ന് ഉറപ്പിക്കാം. അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണോ ഉണ്ടായതെന്ന് ഉറപ്പിക്കാൻ നമുക്കൊരു വഴിയുണ്ട്. എന്താ അറിയോ? ഈ കാർബൺ ഡൈ ഓക്സൈഡിന് ഇല്ലടാ മക്കളെ, കാർബൺ ഡൈ ഓക്സൈഡിനെ സാറ് ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തിവിട്ടാൽ, എന്ത് വെള്ളാണ്? ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തിവിട്ടാൽ, അഥവാ നമ്മൾ അതിനെ വിളിക്കുക ലൈം വാട്ടർ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ. ലൈം വാട്ടറിലൂടെ നമ്മൾ കടത്തിവിട്ട് കഴിഞ്ഞാൽ ആ ചുണ്ണാമ്പ് വെള്ളത്തിന് എന്ത് നിറം കിട്ടും? പാൽ നിറം കിട്ടും, അഥവാ മിൽക്കി കളറിൽ കിട്ടും. മിൽക്കി കളറിൽ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഉറപ്പിക്കാം അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന്. അപ്പൊ ഒന്നുകൂടി പറയാം, കാർബണേറ്റ് സാൾട്ട് ആണെങ്കിൽ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി മിക്സ് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് കിട്ടും. എന്നാ വന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. അങ്ങനെ ചെക്ക് ചെയ്യുക, ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തിവിടുക, അപ്പൊ പാൽ നിറമാകുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും കേട്ടോ. കാർബണേറ്റ് ലവണവും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തിന്റെ ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു, അതിന് കുമിളകൾ ഉണ്ടാകുന്നു. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ പാൽ നിറമാകുന്നു എന്ന് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും. സോ ഈ ടെസ്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന്, അഥവാ ക്ലോറൈഡിന്റെ ടെസ്റ്റ്, നൈട്രേറ്റിന്റെ ടെസ്റ്റ്, അതേപോലെ തന്നെ കാർബണേറ്റിന്റെ ടെസ്റ്റ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് മക്കളെ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും എന്ത് ഉണ്ടാവും? വരും. ഇതിന്റെ പുറമെ നമുക്ക് ഒരു ടെസ്റ്റ് കൂടി പഠിക്കാനുണ്ട്, ടെസ്റ്റ് ഫോർ സൾഫേറ്റ് സാൾട്ട്. ഇതുകൂടിയാണ് നമുക്ക് സാൾട്ടിലെ ടെസ്റ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. എന്താണ് സൾഫേറ്റ് സാൾട്ട് എന്ന് പറഞ്ഞാൽ? മക്കളെ നോക്കടാ, ഇപ്പോ ഇതാ CuSO4 കോപ്പർ സൾഫേറ്റ് അല്ലെ, ZnSO4 സിങ്ക് സൾഫേറ്റ്, MgFSO4 മെഗ്നീഷ്യം സൾഫേറ്റ്. അപ്പോൾ SO4 ഉള്ള സാൾട്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? SO4 ഉള്ള സാൾട്ടുകളെയാണ് നമ്മൾ സൾഫേറ്റ് സാൾട്ടുകൾ എന്ന് വിളിക്കുന്നത്. ഈ സൾഫേറ്റ് സാൾട്ടുകൾ ആരുമായിക്കോട്ടെ, ആ സാൾട്ടുകളിലേക്ക് സാറ് ബേരിയം ക്ലോറൈഡ് ചേർത്താൽ അവിടെ എന്തുണ്ടാവും എന്നറിയോ മക്കള്? ബേരിയം സൾഫേറ്റ് ഉണ്ടാവും. എന്താ ഉണ്ടാവുക? ബേരിയം സൾഫേറ്റ് ഉണ്ടാവും. ഓക്കെ, ഈ ബേരിയം സൾഫേറ്റ് ഒരു വെള്ള കളറിലുള്ള, വൈറ്റ് കളറിലുള്ള പ്രസിപ്പിറ്റേറ്റ് ആണ്, അഥവാ അവക്ഷിപ്തമാണ്. എന്നാൽ ഈ വെള്ള കളറിലുള്ള അവശിപ്തം ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് സൾഫേറ്റ് ആണെന്ന് ഉറപ്പിക്കാനൊന്നും പറ്റൂല. കാരണം എന്താണെന്നറിയോ? വേറെ സ്ഥലത്ത് ബേരിയം ക്ലോറൈഡ് ചേർത്താലും വെള്ള കളറിലുള്ള പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകും. പക്ഷെ ഉണ്ടായത് ബേരിയം സൾഫേറ്റ് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യണ്ടേ? അങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ മക്കളെ? ഈ ബേരിയം സൾഫേറ്റിലേക്ക് നമ്മൾ കുറച്ച് ആസിഡ്, ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചു കൊടുത്താൽ അത് ഇൻസോലബിൾ, അതായത് ലയിക്കാതെ ലയിക്കുന്നില്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്? അത് സൾഫേറ്റ് ആണ്. സാർ ഒന്നുകൂടി പറയാട്ടോ, എങ്ങനെയാണ് മക്കളെ പറഞ്ഞത്? സൾഫേറ്റ് സാൾട്ട് ആണോ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്ന സാൾട്ടിലേക്ക് ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യുക. അപ്പൊ വെള്ള കളറിലുള്ള ബേരിയം സൾഫേറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് സൾഫേറ്റ് ആണെന്ന് ഉറപ്പിക്കാം. പക്ഷെ നമുക്കിപ്പോൾ അവിടെ BaSO4 എന്ന് എഴുതി കാണിക്കൂലല്ലോ, ഒരു വെള്ള കളറിലുള്ള അവശിപ്തല്ലേ കിട്ടുള്ളൂ. അപ്പൊ നമുക്കത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബേരിയം സൾഫേറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണ്? അത് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ലയിക്കൂല. അപ്പോ നമ്മൾ കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചു കൊടുത്താൽ അപ്പൊ അത് ഡു നോട്ട് സോലബിൾ, അത് ഇൻസോലബിൾ ആയിട്ട് ലയിക്കാതെ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കുക ഉണ്ടായത് ബേരിയം സൾഫേറ്റ് ആണ്. ബേരിയം സൾഫേറ്റ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ആദ്യം തന്ന സാൾട്ട് എന്താ? ഒരു സൾഫേറ്റ് സാൾട്ടാണ്, സൾഫേറ്റ് ലവണമാണ് എന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ പറഞ്ഞ 4 ടെസ്റ്റുകൾ ഏതൊക്കെയാ? കാർബണേറ്റ്, സൾഫേറ്റ്, നൈട്രേറ്റ്, ക്ലോറൈഡ്. ഇതിനുള്ള ഏതെങ്കിലും ഒരു സാൾട്ടും അതുമായിട്ട് ഐഡന്റിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ചോദ്യം നിങ്ങളുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അത് ഉറപ്പായിട്ടും നമ്മൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ലൈവ് സെഷനുകളും മറ്റൊക്കെ ചെയ്യും. മക്കളെല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ചു മുന്നേറുക. നമുക്ക് നല്ല ഫുൾ മാർക്ക് തന്നെ വാങ്ങി മുന്നോട്ട് പോകണം. സെറ്റാക്കാം, അടിപൊളിയാക്കാം. ഓൾ ദി ബെസ്റ്റ്.